നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് തിളങ്ങുന്ന കൂട്ടുകാർ എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആകാശം നിറയെ പൂക്കൾ, മിന്നിത്തിളങ്ങുന്ന പൂക്കൾ, എന്തു ഭംഗി! ഹായ്, നക്ഷത്രങ്ങൾ. അപ്പോൾ ആകാശത്തിലേക്ക് നോക്കിയിട്ട് ഇവിടെ ഒരു ജാനിക്കുട്ടിയാണ് ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് പറയുന്നതിലെ ആകാശത്തിൽ എന്താ കാണുന്നത് ജാനി? ആകാശം നിറയെ എന്താണുള്ളത്? പൂക്കൾ അല്ലേ? പൂക്കളാണോ? അല്ല, മിന്നിത്തിളങ്ങുന്ന പൂക്കൾ എന്താണ്? നക്ഷത്രങ്ങളാണ് അല്ലേ? നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കാണാറില്ലേ? അമ്പിളിമാമനെ കാണാറുണ്ട്, നക്ഷത്രങ്ങളെയൊക്കെ കാണാറില്ലേ? അപ്പോൾ എപ്പോഴാണ് നക്ഷത്രങ്ങളും അമ്പിളിമാമനൊക്കെ ആകാശത്ത് വരാറുള്ളത്? രാത്രിയിൽ അല്ലേ? അപ്പോൾ ഇനി നോക്കുക ജാനി എന്തൊക്കെയാ പറയുന്നതെന്ന്. ജാനി, ഭൂമിയിൽ വരുന്നോ നക്ഷത്രങ്ങൾ? എന്താ വഴി? നക്ഷത്രങ്ങളോട് ജാനിക്കുട്ടി ചോദിക്കുകയാണ്, എന്ത്? ഭൂമിയിലേക്ക് വരുന്നോന്ന്. അപ്പോൾ ജാനി, വഴിയുണ്ട്. ജാനി, കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി ഒരു വഴി പറഞ്ഞുതാ. കുഞ്ഞിക്കിളി, അതാ ഊഞ്ഞാൽ. ഊഞ്ഞാലാടി ജാനി, ഉയർന്നു ചെന്നു ജാനി. നോക്കാം. ജാനി, വരൂ, എൻ്റെ മടിയിൽ കയറൂ, വേഗം കയറൂ. കുഞ്ഞു നക്ഷത്രങ്ങൾ ജാനിയുടെ മടിയിൽ കയറി. ജാനി, ഹായ്, എൻ്റെ മുറി നിറയെ നക്ഷത്രങ്ങൾ, എന്തു ഭംഗി! ജാനിയുടെ മുറിയിലാകെ നക്ഷത്രങ്ങൾ, പാറിക്കളിക്കുന്ന നക്ഷത്രങ്ങൾ. ഇനി നമുക്ക് ഉത്തരം പറയാമോ നോക്കാം. അവിടെ കടങ്കഥയാണ് കേട്ടോ. ആന കേറാമല, ആടു കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. എന്താണ് അതിൻ്റെ ഉത്തരം? നക്ഷത്രങ്ങളിലെ. നീ കിഴക്ക് കാണും കാലത്ത്, തലയ്ക്കുമീതെ ഉച്ചയ്ക്ക്, കടലിൽ താഴും സന്ധ്യയ്ക്ക്. പറയൂ പറയൂ, ഞാനാര്? ആരാണ്? സൂര്യനാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. കിഴക്ക് കാണും കാലത്ത്, രാവിലെ എണീറ്റിട്ട് കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ ആരാണ് അവിടെ ഉണ്ടാവല്? ആകാശത്തിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ എന്താണ്? തലയ്ക്ക് മീതെ ഉച്ചയ്ക്ക്. ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ നമുക്കെന്താ, കുറച്ച് മധ്യഭാഗത്ത് നമ്മളെ തലയ്ക്ക് മേതെയായിട്ട് തോന്നും. പിന്നെയോ കടലിൽ താഴും സന്ധ്യയ്ക്ക്. സന്ധ്യയ്ക്ക് എവിടെയാണ്? കടലിൽ പോകുന്നതായിട്ട് നമുക്ക് തോന്നും. കടലിൽ പോകുന്നതാണോ? അല്ല, സൂര്യൻ അസ്തമിക്കുന്നതാണ് കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ. ഇനി, എനിക്കുണ്ടൊരു കുപ്പായം, നീലക്കുപ്പായം, പുള്ളിക്കുപ്പായം, വിരിച്ചാലും വിരിച്ചാലും തീരില്ല. എന്താ ഉത്തരം? ആകാശം. ഇനി നോക്കാം. ഇരുട്ടിൽ ആകാശത്തിൽ വലിയ വിളക്കായി തെളിയും, മുഴുവട്ടത്തിൽ കാണാം, മുറിവട്ടത്തിൽ കാണാം. പേരെന്താണെന്നറിയാമോ? പറയുന്നവർക്കൊരു സമ്മാനം. എന്താ? ചന്ദ്രൻ. ഇനി എൻ്റെ വക. അപ്പോൾ അവിടെ കൂട്ടുകാരെ വക എന്താക്കണോ? ഒരു കടങ്കഥ ഉണ്ടാക്കിയിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ കൂടുതൽ കടങ്കഥകളും അതുപോലെ പഴഞ്ചൊല്ലുകളും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നോക്കിയാൽ മതിയേ.